ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ സ്വരങ്ങൾ വായിച്ച് ഈ ഫിംഗറിങ് വായിച്ചത് ഞാൻ ഒന്നുകൂടി അത് വായിച്ച് കേൾപ്പിക്കാം. ആദ്യം സായാണ്. അടുത്ത രീയാണ്. രീ എന്ന് പറയുന്ന ഹാഫ് നോട്ടാണ്. ഈ ഹോളിൻ്റെ ഹാഫ് നോട്ടാണ്. അതായത് ഇപ്പോൾ വായിക്കുന്ന രാഗത്തിൻ്റെ രീതിയിൽ ഇത് ഹാഫ് നോട്ട് വരുന്നതാ കേട്ടോ. അടുത്ത ഗായാണ്. ഫുൾ ഓപ്പൺ നോട്ട്സാണ്. ഗ. ഇനി അടുത്ത മായാണ്. മായെന്ന് പറയുമ്പം ഈ 4 വിരൽ, ഈ 2 വിരൽ ഇത്രയും അകത്ത് ഇറക്കി അടച്ചതിന് ശേഷം ഈ ഫസ്റ്റ് ഹോൾ തുറക്കുക. 1 2 3 4 5 6 6 വിരൽ, 4 2 6 6 വിരലും അടച്ചതിന് ശേഷം മാ വായിക്കുക. മായായി. അടുത്ത പ. പ എന്ന് പറയുന്നത് ഇങ്ങനെ 5 സ്വരമാണ്. ഈ 2 ഹോളും തുറന്നു വയ്ക്കണം. ഈ 2 ഹോളും. അടുത്ത ധായാണ്. ധാ എന്ന് പറയുന്നത് ഈ പ അടച്ച് പിടിച്ചിരിക്കുന്നതിൻ്റെ പകുതി നോട്ട് തുറക്കണം. അപ്പോൾ ഇപ്പം ഹോളിൻ്റെ പകുതി കാണാമല്ലോ, അതാണ്. ഇതാണ് ധാ. അടുത്ത നിഷാദം, അതായത് നീ. നീ എന്ന് പറയുന്നത് 3ാമത്തെ ഹോളിൻ്റെ പകുതിയാണ്. അപ്പോൾ പകുതി തുറക്കുക. പകുതി തുറക്കണം. ബാക്കിയെല്ലാം തുറന്ന് വെച്ചേക്കണം. ഇതെല്ലാം തുറന്നു വെക്കണം. ഇതാ നീ. പിന്നെ മേളിൽ സാ. സാ എന്ന് പറയുന്നത് മേളിലത്തെ സാ, അതായത് സ്ഥായി സാ. ഇനി മേൾ സാ. നമ്മൾ ഇത്രയും സരിഗമ പദ നീ എന്ന് വായിച്ചു. നീ കഴിഞ്ഞിട്ട് മേൾ സാ വായിക്കുമ്പം ഈ കാറ്റിൻ്റെ ഫോഴ്സ് ഡബിളായിട്ട് ഫോഴ്സ് ചെയ്ത് കൊടുത്താലേ മേൾ സാ കേൾക്കുള്ളൂ. മേളിലത്തെ സാ നമ്മുടെ താഴെ ഒരു ചെറിയ ഫോഴ്സിലാണ് കൊടുക്കുമ്പോഴാണ് താഴത്തെ സ്വരങ്ങളെല്ലാം വരുന്നത്. മേളിലോട്ട് പോകുന്തോറും കാറ്റിൻ്റെ കപ്പാസിറ്റി, അതായത് കാറ്റിൻ്റെ പ്രഷർ വളരെ ഫോഴ്സ് കൂട്ടി കൊടുക്കണം. അതായത് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കണം. ഇത്രയും കൊടുത്താലേ മേളിലെ സാ കേട്ട്. ഇപ്പം മേളിലത്തെ സാ കേട്ട്. ഇതാണ് മേളിലത്തെ സാ. ഇങ്ങനെ വേണം മേളിലത്തെ സാ വായിക്കാൻ. പാടുമ്പോഴും മേളിലത്തെ സാ പാടുമ്പോൾ നമ്മൾ തൊണ്ടയുടെ ശബ്ദത്തിൻ്റെ ആ കപ്പാസിറ്റി കൂട്ടി എടുക്കുമ്പോഴാണ് മേളിലെ സാ പാടി കേൾക്കുന്നത്. അതേപോലെ തന്നെ താഴത്തെ സായി അല്ല മേളിലത്തെ സാ പാടുമ്പോൾ മേളിലത്തെ സാ വായിക്കുമ്പോഴും അതേപോലെ കാറ്റ് ഫ്രീക്വൻസി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്. മേളിലത്തെ സാ എങ്ങനെ വായിക്കുക. നമ്മുടെ താളത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി നേരത്തെ ക്ലാസ്സിൽ. ഇനി ഈ എയറിനെ ബാലൻസ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അപ്പം എയർ ബാലൻസ് സാധാരണ ഇപ്പോൾ നമ്മൾ യോഗയിലൊക്കെ പ്രാണായാമങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ഫ്ലൂട്ടിലൊരു എക്സസൈസ് ഉണ്ട്. അതായത് ഒരു സാ വായിക്കുമ്പം അത് നമ്മുടെ ഈ എയറിനകത്ത് എത്ര കണ്ടിന്യൂ ആയിട്ട് എത്ര സെക്കൻഡ് നിർത്താൻ പറ്റും, അതിൻ്റെ ഒരു പ്രാക്ടീസ്. അപ്പോൾ ഒരു സ്വരം മാത്രം ഞാനത് വായിച്ച് കേൾപ്പിക്കാം. ഒന്ന് ശ്രദ്ധിക്കും. ഇതൊരു സസ്റ്റെയിൻ. ഇതൊരു നല്ല എക്സസൈസ് കൂടിയാണ്. ഇതെല്ലാവർക്കും ചെയ്യാം. ഫ്ലൂട്ടിൽ ചെയ്യുന്ന കുറച്ചുകൂടി ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആ ബാലൻസിങ് കൂടി പഠിക്കാൻ പറ്റും. എല്ലാ സ്വരങ്ങളും ഇതേപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാറ്റ് കൊടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു നല്ല എക്സസൈസ് കൂടിയാണിത്. ഒരു സാ, ഒരു രീ, ഒരു ഗ, അങ്ങനെ മാ പാ ദ നീ സാ വരെ കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ബോഡിയിൽ കാറ്റിനെ എത്ര ടൈമിങ്ങിൽ സസ്റ്റെയിൻ ചെയ്യാൻ, കണ്ടിന്യൂ ആയിട്ട് നിർത്താൻ പറ്റും. അങ്ങനെ ഒരു പ്രാക്ടീസ്, അത് നല്ലൊരു പ്രാക്ടീസാണ്. അത് കഴിഞ്ഞ് ഇനി ടൈമിങ്ങിലേക്കാണ് ഇനി സ്വരങ്ങൾ വായിക്കേണ്ടത്. ഫസ്റ്റ് ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരടിക്ക് 4 അകാരം വെച്ച് വായിക്കണം. അതായത് ഒരടി ഇങ്ങനെ അടിക്കുമ്പം സാ 1 2 3 4 അതിനകത്ത് കൗണ്ടിങ് വന്നിരിക്കണം. അപ്പോൾ ആ കൗണ്ടിങ് ഇപ്പോൾ നേരത്തെ ക്ലാസ്സിൽ ഞാൻ ചെറുതായിട്ടേ പറഞ്ഞോളൂ, കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. അപ്പോൾ 4 കൗണ്ടിങ് സാ കണ്ട അടുത്ത രീ
അടുത്ത രി രി 4 കൗണ്ടിങ്. ഇത് ഒരു ടൈമിങ്ങിൻ്റെ കൂടി എക്സസൈസാണ്. ഇനി അടുത്ത ഗ. 4ആയി. അപ്പം സാ രി ഗ 3 സ്വരങ്ങളിൽ നന്നാല് കാര്യം വെച്ചിട്ടായി. ഇനി മാ വളരെ ശ്രദ്ധിക്കണം. മാ കുറച്ച് പ്രാക്ടീസ് ചെയ്താലേ മാ കറക്റ്റ് ആവുള്ളൂ. മാ അങ്ങനെ കറക്റ്റ് ആവാൻ സമയമെടുക്കുന്ന കാരണം ഇത്രയും ഫിംഗർ അടച്ചു വെക്കുകയാണ്. ഇങ്ങനെ അടച്ചു വെക്കാലും മാ വായിക്കാം, പിന്നെ ഇങ്ങനെ തുറന്ന് വെച്ചാലും മാ വായിക്കാം. പക്ഷേ 2 മാവും വായിക്കുമ്പോഴും ചെറിയൊരു വാരിയേഷൻ വരും. ആ വാരിയേഷൻ ശ്രദ്ധിക്കണം. ആ വാരിയേഷൻ ഓവറാണെങ്കിൽ ഫ്ലൂട്ട് ചെറിയ ഒരു ഹോളിൻ്റെ ഒരു വാരിയേഷനുണ്ട്. അതായത് സ്വരസ്ഥാനം വ്യത്യാസങ്ങൾ ചെറുതായിട്ട് കാണിക്കുക. അത് ഫ്ലൂട്ടിൻ്റെ ഈ ഹോൾ ചെയ്തിരിക്കുന്നതിൻ്റെ വ്യത്യാസമായിരിക്കും. ചിലതിൽ അങ്ങനെ വരില്ല. അത് കറക്റ്റ് ഫ്ലൂട്ടാണ്. അപ്പം മാ 1 2 3 4 4 ആകാരത്തിനകത്ത് മാ വന്നു. ഇനി പാ 4 കാര്യവ, എല്ലാം 4 കാര്യവ. ഇനി അടുത്തതാ 4 കാര്യവ. അടുത്ത നീ സാ വായിക്കുമ്പോൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഉറച്ച് കാറ്റ് കൊടുക്കണം. നന്നായി വെച്ച് തിരിച്ചതുപോലെ തിരിച്ചു വായിക്കാം. ഒന്നാം കാലം ആണ് ഇപ്പോഴും വായിച്ചത്. 4 അക്ഷരകാലം വെച്ച് വായിക്കാം. ചിലർ 8 അക്ഷരകാലം വെച്ച് വായിക്കുന്നവരുണ്ട്. കുറച്ചുകൂടി ഡബിൾ ആവും, അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ പകുതിയാവും രണ്ടാം കാലം. സാ 1 2 എന്നാവും. സരിഗമ പദനിസ സാനിധ പോകരുത്. 2 2 2 ആയിട്ട് പോകും. സെക്കൻഡ് ടൈമിങ് രണ്ടാം കാലം വായിക്കുന്ന രീതി ശ്രദ്ധിക്കുക. ഇത് ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം വായിക്കുന്നത് ഇത് അകാരത്തിൻ്റെ കണക്കൂട്ടിയിട്ടാണ് വായിക്കുന്നത്. സാധാരണ ഒരടിക്ക് ഒരക്ഷരമാണ് സാധാരണ. പിന്നെ അത് കഴിഞ്ഞാൽ ഒരടിക്ക് 2 അക്ഷരം, പിന്നെ ഒരടിക്ക് 4 അക്ഷരം, അങ്ങനെ കണക്കിലാണ് പോണത്. ഇപ്പം ഞാൻ അതിൻ്റെ സ്ലോ ആയിട്ടുള്ളത് കൊണ്ടാണ് വളരെ സ്ലോ ആയിട്ട് പറയുന്നത്. ഇനി ആണ് സാരിഗമാനം അങ്ങനെ ആ രീതി വരുന്നത്. അതിപ്പം പ്രാക്ടീസിൽ അതൊരു വളരെ സ്ലോ ആയിട്ടുള്ളൊരു ടൈമിങ്ങിലായിട്ടാണ് വരുന്നത്. അത് മൂന്നാം കാലമല്ല, ശരിക്കും അത് ഒന്നാം കാലത്തിൻ്റെ ഒരു രീതിയാണ്. പക്ഷേ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കൈ ഫിംഗറിങ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഉറയ്ക്കും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ 3-ാം ഭാഗം വായിക്കണം, ശ്രദ്ധിക്കും. അതിൻ്റെ അടുത്ത സ്പീഡാണ്. അടുത്ത സ്പീഡെന്ന് പറയുമ്പോഴത്തേക്ക് സരിഗമ പദനിസയിൽ ശ്രദ്ധിക്കുക. അടുത്ത സ്പീഡ് ഇതാണ്. ഒന്നുകൂടി വായിക്കാം. ഇതേ സ്പീഡ് തന്നെ ഒന്നുകൂടി ഞാൻ വായിക്കാനേ. ഇനി അതിൻ്റെ അടുത്ത സ്പീഡാണ്. അടുത്ത സ്പീഡ് ശരിക്കും ഇപ്പോൾ വായിച്ച അതേ സ്പീഡുകൾ
കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്താലേ അടുത്ത സ്പീഡ് വായിക്കാൻ പറ്റുള്ളൂ. അത് ശ്രദ്ധിക്കുക. ഇതാണ് അടുത്ത ടൈം. ഈ സരിഗമ പതിനിസയാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏകദേശം ലാസ്റ്റത്തെ സ്പീഡൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത സ്പീഡുണ്ട്, അതുകൂടി നോക്കുക. അത് മാക്സിമം ഒരുപാട് ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ആ സ്പീഡും വായിക്കാൻ പറ്റും. ഇതിൻ്റെ അടുത്ത സ്പീഡാണ്. അങ്ങനെ 4 പ്രാവശ്യം വായിക്കാം, 8 പ്രാവശ്യം വായിക്കാം, എങ്ങനെ വേണോ വായിക്കാം. ഇങ്ങനെയാണ് ഈ മായാമാളവഗൗള രാഗം ഇതിൻ്റെ ആരോഹണം അവരോഹണം സാധകം ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യേണ്ട എന്ന് പറയുന്നത്. അപ്പം ഇത്രയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ശരി.